ആദ്യം തന്നെ നമുക്ക് ബാർബിക്ക് ഡ്രസ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഒരു ക്ലോത്ത് എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡ്രസ്സൊന്നും ഇങ്ങനെ ഇവിടെ ഒന്ന് വെയർ ചെയ്ത് കൊടുക്കാം ബാർബിക്ക്. പിന്നെ ഇങ്ങനെ ബാക്ക് സൈഡിൽ ഇവിടെ നമുക്കിങ്ങനെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഡ്രസ്സിനൊക്കെ ഉണ്ടാവില്ലേ ഇങ്ങനെ ബാക്ക് സൈഡിൽ, അപ്പോൾ നമുക്കൊന്ന് അത് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അത് ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 ഇവിടെ ഫ്രണ്ടിലും 1 ബാക്കിലും ആയിട്ട് ഒട്ടിച്ചിട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. ഇപ്പോൾ ഞാനിത് ഒട്ടിച്ചിട്ട് ബാർബിക്ക് വെയറും ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഫ്രോക്കിൻ്റെ ഡൗൺ സൈഡൊന്ന് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു പീസ് ക്ലോത്ത് എടുക്കുക. ഇതിപ്പോൾ ഞാൻ ഡബിൾ ചെയ്തിട്ട് ഒട്ടിച്ചിട്ടുണ്ട് ഹോട്ട് ഗ്ലൂ വെച്ചിട്ട്. എന്നാൽ നമുക്കിങ്ങനെ ഫുള്ളായിട്ട് റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. ഞാനിത് ഫുള്ളായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ടോപ്പ് ഉണ്ടായിരുന്നല്ലോ, അവിടെ ഇങ്ങനെ ഗ്ലൂ ആക്കുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. ഇപ്പോൾ ഞാനിതിങ്ങനെ റൗണ്ടായിട്ട് ഒട്ടിച്ചിട്ട് ബാക്കിൽ ഇങ്ങനെ 2 പീസും കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒന്ന് ഇങ്ങനെ കുറച്ച് നമ്മൾ നേരത്തെ റൺ സ്റ്റിച്ച് ഇട്ടത് കുറച്ചും കൂടി ഇതാവാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ടോപ്പ് ഉണ്ടാക്കിയായിരുന്നല്ലോ, അത് തന്നെ ഇങ്ങനെ ഒരു സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് റൗണ്ടായിട്ട് ഒട്ടിച്ചിട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. നമുക്ക് ഈ ഒരു ലൈനിൽ കുറച്ച് ഇങ്ങനെ വൈറ്റ് ബീഡ്സൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഹോട്ട് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹോട്ട് ഗ്ലൂ ഞാൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ചായിട്ട് നമുക്കിങ്ങനെ ഗ്ലൂ ആക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ കൂടുതൽ ഗ്ലൂ ആകാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഒന്ന് നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ തന്നെ നമുക്ക് പിന്നെ ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. ഞാൻ 2 ലൈൻ ആക്കിയിട്ട് ബീഡ്സ് ഒട്ടിച്ചിട്ടുണ്ട്, വൈറ്റ് ബീഡ്സ്. നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു ബോ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു റിബൺ എടുക്കാം. ബോ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്നും ചെയ്യേണ്ട ഒരു ഡോട്ടാക്കി കൊടുത്താൽ മതി സെൻറ്റർ ഭാഗത്ത്. ഇതൊന്ന് നമുക്കിവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, അപ്പോൾ ഞാനിപ്പോൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
എന്നാൽ നമുക്ക് ഒരു സ്മോൾ ഹെയർ ബാൻഡ് ഉണ്ടാകണം ബാർബിക്ക്. ഇപ്പോൾ നമ്മളിങ്ങനെ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അവിടെ ഇങ്ങനെ ഒരു റിങ് പോലെ ഉണ്ടാവില്ലേ, അതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഗ്ലിറ്റർ പേപ്പർ ഉപയോഗിച്ചിട്ട് നമുക്കൊരു സ്മോൾ ബോ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് ഇട്ട് നോക്കാം ബാർബിക്ക് എങ്ങനെ ഉണ്ടാകുന്നു. ഇപ്പം നന്നായിട്ട് ഫിറ്റ് ആവുന്നുണ്ട് ബാർബിക്ക്. പിന്നെ ഈ നെക്ലേസ് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. നേരത്തെ നമ്മൾ ഈ ടോപ്പിന് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ബീഡ്സ് ഒട്ടിച്ചായിരുന്നല്ലോ, അതേ സെയിം ബീഡ്സ് ഞാൻ ഇപ്പോൾ കോർത്തതാണ്. നമ്മൾ മാലയൊക്കെ കോർക്കില്ല, അതുപോലെ കോർത്തതാണ്. അപ്പോൾ ഇപ്പം നമ്മളെ ബാർബീൻ്റെ ഡ്രസ് ഡിസൈനിങ് ഫിനിഷ് ആയിട്ടുണ്ട്. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.